ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേക്കാസ് വ്ളോഗ്. എൻ്റെ കസിൻ ഗയയ്ക്ക് ഞാൻ അയച്ചു കൊടുത്ത ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണിത്. അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇവിടെ നിന്ന് ഗിഫ്റ്റ് അയച്ചിരുന്നു. ഞാൻ ഏർപ്പെടുത്തിയ ക്രാഫ്റ്റ്സി എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അവരാണ് അയച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് അയക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ലായിരുന്നു, കാരണം ലോക്ക്ഡൗൺ സമയമായിരുന്നല്ലോ. പക്ഷെ അവർ കറക്റ്റ് ടൈമിൽ ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പ് അതവിടെ എത്തിക്കഴിഞ്ഞപ്പം അവളത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് അതാണ് ഞാനിന്ന് മേക്കാസ് വ്ളോഗിൽ ഇടുന്നത്. ഇവരുടെ അടുത്തുനിന്ന് ക്രാഫ്റ്റ്സിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്യുന്ന 3ാമത്തെ ഗിഫ്റ്റാണ്. നിങ്ങൾ 2 ഗിഫ്റ്റ് മുമ്പ് കണ്ടിട്ടുണ്ട്. ഒന്ന് മാളുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗിലുള്ള ഗിഫ്റ്റാണ്. 2ാമത്തത് ഏട്ടൻ്റെയും എൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഏട്ടന് കൊടുത്ത ഗിഫ്റ്റാണ്. അതും ക്രാഫ്റ്റ്സിയിൽ നിന്ന് തന്നെയായിരുന്നു. ഈ 3 തവണയും അവരെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചു, ഞാനിതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് അവളെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ ഞാനിത് ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ഫോൺ നമ്പർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വളരെ അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റാണ്. ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്ത അത്ര തന്നെ ക്ലാരിറ്റിയിൽ ആൽബം വന്നിട്ടുണ്ട്. സൂപ്പർ ആൽബംസാണ്. എപ്പോഴും എനിക്ക് ഇവരുടെ ഒരു ഗിഫ്റ്റിൽ ഈ ആൽബംസാണ് ശരിക്കും എന്നെ എപ്പോഴും ഞെട്ടിക്കുന്നത് കേട്ടോ. കാരണം അതായത് ഇപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആൽബം ഏട്ടൻ ഒരു ട്രേ വെച്ചിട്ട് അതിൽ വെക്കണം എന്ന് പറയുന്നത്, അതായത് ആർക്കെങ്കിലും വന്ന് കാണിച്ചു കൊടുക്കാൻ അത്ര എന്താ പറയുക സൂപ്പറായിട്ട് ആൽബം ചെയ്യും. മാളുവിൻ്റെ ബർത്ത്ഡേയിലെ ആൽബം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, കുറച്ച് അവരുടെ ഫോട്ടോസ് ഉണ്ട്, അത് ഞങ്ങളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ചുമരുമേ. പിന്നെ മാളുവിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും എന്താ പറയുക ആ ഒരു വ്ളോഗ് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അവൾ കാലത്ത് എണീറ്റ് ആ ചിരിയും ബഹളവും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. ആ ഗിഫ്റ്റ് അൺബോക്സിങ് തന്നെ ആ വീഡിയോയിൽ കുറച്ചുണ്ട്. അത്ര ഹാപ്പി ആയിരുന്നു അവളന്ന്. അപ്പം ഇതുപോലെ തന്നെയാട്ടോ ചാച്ചു എന്നാണ് ഞങ്ങൾ ഗയെ വിളിക്കുന്നത്. അവളും വളരെ ഹാപ്പി ആയിരുന്നു അന്ന് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ട്. അവൾ എന്നോട് പറഞ്ഞു, കുറേ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, നന്നായി എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഫോട്ടോസ് നല്ല ഭംഗിയിൽ കിട്ടിയത്. ശരിക്കും ക്രാഫ്റ്റ്സിയുടെ ഗിഫ്റ്റുകൾ സൂപ്പറാണ്. ഇത് അവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് അവരുടെ വീഡിയോ ഇത് ചെയ്യാനൊന്നുമല്ല. എൻ്റെ മനസ്സിൽ നിന്ന് 3 പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോഴും എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും എനിക്ക് അവരുടെ ഗിഫ്റ്റ് ഞാൻ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഗിഫ്റ്റ് ചെയ്ത ആൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതും. അതായത് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു ഇത്, അതായത് അവർ നമുക്ക് എന്ത് തിരിച്ചു തരുന്നു, അത് ഭയങ്കര ഒരു ഇതാണല്ലോ. അതിപ്പോൾ ഒന്നും പറയാൻ, എനിക്ക് ഗിഫ്റ്റ് ഇഷ്ടമായി അമ്മ എന്ന് പറയാൻ പറ്റാത്തൊരു മാള് പോലും അന്ന് ആ വ്ളോഗിൽ കാണിച്ചത്. ഞാൻ ആ വ്ളോഗ് ഇടാം കേട്ടോ, അതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. സൂപ്പറാണ്. അതുപോലെ തന്നെ ഏട്ടനും ഭയങ്കര ഇഷ്ടമായി. ഏട്ടന് പൊതുവെ അങ്ങനെ ഗിഫ്റ്റുകളോടും അങ്ങനെയൊന്നും അത്ര അങ്ങോട്ട് ഒരു റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ, ഇവരുടെ ഗിഫ്റ്റുകൾ ഞാൻ കൊടുത്ത 3 പേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഇപ്പോൾ ഈ അവസാനം ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ലോക്ക്ഡൗൺ വീണ്ടും നീട്ടുകയാണ്. ട്രാവൽ വീഡിയോസ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, വാക്സിനേഷൻ ശ്രമിക്കുക, എല്ലാവരും വാക്സിനേറ്റഡ് ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ടാറ്റാ.